ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മമ്മി ആൻഡ് മീ മോക്സിയം. ഇന്നതാ എൻ്റെ ഉമ്മ നേരെ വെളുത്തപ്പം തുടങ്ങിയാണ് ഈ ചട്ടിയിൽ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഉമ്മൻ്റെ മൂത്ത മോളിന്ന് റിയാദിലോട്ട് പോവാണ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഉമ്മാൻ്റെ മരുവനുള്ള സ്പെഷ്യൽ മൂത്ത മരുവന് ബീഫ് കൊടുത്തിരുന്ന ടൈമിൽ ഉമ്മ ഒരു പീസ് പോലും ടേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂല കേട്ടോ. ഇപ്പം തന്നെ ഇതാ മൂന്നാമത്തെ ട്രിപ്പാണ് ഉമ്മ ഡ്രൈ ഫ്രൈ ചെയ്ത് വെക്കുന്നത്. ഉമ്മ ഫ്രൈ ചെയ്ത് ഉമ്മൻ്റെ ചട്ടി ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഇതാ സെറ്റായി വരുന്നുണ്ട്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഒരുപാട് പൊടികളൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ. ഇതാ അവരുടെ കസിൻസിൻ്റെ ഏതോ ഒരു ന്യൂ പ്രോഡക്റ്റാണ്. അച്ചാറുകൾ, നല്ല വെളുത്തുള്ളി അച്ചാർ അളിയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പിന്നെ ഇക്കാടമ്മ കൊടുത്ത അച്ചാറാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഇതാ സാധനങ്ങൾക്ക് റെഡിയാക്കി. ഇതിലെ കിങ് എന്ന് പറഞ്ഞത് നമ്മുടെ ബീഫാണ്. ഇവിടെ വെൽ പാക്കഡായിട്ട് വെച്ചിരിക്കുന്നത് എന്താന്ന് നോക്കിയപ്പോഴാണ് സംഭവം അപ്പച്ചട്ടിയാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവൾക്ക് കൊണ്ടുപോകാൻ. ഏകദേശം ഒരു 6 ബോക്സെങ്കിലും ഉണ്ടാവും നമുക്ക് കൊണ്ടുപോകാൻ. എല്ലാം മുഴുവനായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. ഇതാ ഉപ്പയും അനിയനും ഒക്കെ കൂടി ബോക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇന്നലെ നൈറ്റിൽ കെട്ടി വെക്കേണ്ട പെട്ടിയായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റ് ആയാലും ഏകദേശം എല്ലാം സെറ്റായി തുടങ്ങി. അപ്പോൾ ഇതാ ഫ്ലൈറ്റിന്റെ ടൈമായി തുടങ്ങി. ഞാൻ ഇവർ പെട്ടി കെട്ടുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ സെറ്റാക്കിയിട്ട് നേരെ റെഡി ആകാൻ പോയി. അപ്പോഴാണ് 2 സുന്ദരി കുട്ടികളെ കണ്ടത്. രണ്ടാളും റെഡിയായി നിൽക്കാണ്. പേരറിയില്ലേ? ഇഷ്ടായോളെ? പേരെന്താ? ഐഷ. ഐഷാണ് കേട്ടോ. ഇഷ്ടായോ? ഫ്രണ്ടാക്കുവോ? ഇതെന്താണ് സംഭവം? ഇതെന്താ വാച്ചോ? സമയം നോക്കാൻ അറിയില്ല അല്ലേ? എന്ത് സർപ്രൈസ് ഉണ്ടോ? ഓക്കേ. ഐശ്വര്യ ഇഷ്ടായോ? അങ്ങനെ എല്ലാവരും റെഡിയായി. ഇതാണ് കേട്ടോ സിസ്റ്റർ ഔട്ട്ഫിറ്റ്. നല്ല ഭംഗിയുണ്ട്. ഈ ലോണിന്റെ കൂടെയുള്ള ആ ബ്ലാക്ക് ഷ്രഗ് ആയിരുന്നു കേട്ടോ ഡ്രസ്സിന്റെ ഹൈലൈറ്റ്. ഏകദേശം ഒരു 1.5 hours ടൈം ഉണ്ട് കേട്ടോ അവളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴെന്തോ ആകപ്പാട് മൈൻഡ് ആകെ ഔട്ടായി പോയി. എല്ലാവരും ഭയങ്കര സാഡായിരുന്നു. വെറും ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ഇത് വലിയൊരു ഡിസ്റ്റൻസ് ആയിപ്പോയി. അവളും മക്കളും ഇല്ലാത്ത വീട് സത്യം പറഞ്ഞാൽ ഉറങ്ങിയ പോലെയായിരിക്കും. അവരെ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ അവളുടെ വലിയ മോനേക്കാരും. എന്തായാലും അവർ പോയി വരട്ടെ അല്ലേ. ഇവർ പോകുന്നതിന് എല്ലാവർക്കും സങ്കടമാണ്. പക്ഷേ ഇവർ ഇത്രമാത്രം കരഞ്ഞ സീനാക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവർ കരയുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള എല്ലാവരും തുടങ്ങി കരയാൻ. അവർ പെട്ടെന്ന് തന്നെ പോയി വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ഉമ്മയും ഉപ്പയും അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ഒരു പക്ഷേ എൻ്റെ ഒരു ക്യാമറ ഓണായി കിടക്കുന്നുണ്ടായിരിക്കും ഒരുപാട് കരച്ചിൽ അവിടെ അമർന്നത്. ഹാവ് എ സേഫ് ജേർണി ടു എവ്രിവൺ. അങ്ങനെ എല്ലാവരും ഒരുപാട് സങ്കടങ്ങൾ അടക്കി പിടിച്ച് ടാറ്റ ബൈ ബൈ സീന്ന് പറഞ്ഞ് അവർ യാത്രയായി.